പോയവനാ. കെട്ട് കഴിഞ്ഞപ്പം വണ്ടിയുമില്ലൊരു കിണ്ടിയും കിട്ടിയില്ല. കോമളവല്ലി എന്നെ ചുറ്റിയ വള്ളി. ഞാൻ കഷ്ടകാലത്ത് താലി കെട്ടിയ പെണ്ണാണ്. കെട്ടിയ ഞാനോ വെറും പമ്പര വിഡ്ഢി. നിന്നെയോർത്ത് എന്റെ ഉള്ളിൽ തീയാണടി. രാവിലെ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയായിരുന്നു? കഞ്ഞിയുണ്ട്, കിഴങ്ങുണ്ട്. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. വീട്ടുകാരെ പറഞ്ഞാണ്ടല്ല പറഞ്ഞാ നീ എന്തോ ചെയ്യും? എടോ വാസുദേവ, എനിക്ക് തരാനുള്ള ശ്രീധന പൈസ തന്നില്ലെങ്കിൽ മോള് നാളെ വീട്ടിൽ നിൽക്കും. അയ്യോ, ആ നിക്കുന്ന എന്റെ അച്ഛൻ വാസുദേവനല്ല, അത് വാഴയാ. പിന്നെ നിന്റെ അച്ഛൻ ആരാന്നാ നിന്റെ വിചാരം? എന്റെ അച്ഛനെ ശരിക്കും അറിയത്തില്ല. അതൊക്കെ നേരത്തെ തിരക്കി വെക്കണോ? അതാണോ പറഞ്ഞത്? എന്റെ അച്ഛനെ നല്ല അന്തസ്സും ആഭിചാരം ഉള്ളവനാ. ആഭിചാരോ? ആഭിജാത്യം. അയ്യോ, ഭയങ്കര ആഭിജാത്യവാ. തൊഴുത്തിൽ നിന്ന് കാള ചത്തപ്പോ പശുവിനെ വെള്ളസാരി ഉടിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് വിധവാ പെൻഷൻ മേടിച്ചു. അതും പറയും, അതിനപ്പുറവും പറയും. എടോ, ഞാനേ എന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇയാൾ എന്നെ തല്ലിയില്ലയോടോ? 1 മണിക്കൂർ സംസാരിച്ചാലല്ല നിന്നെ തല്ലിയത്. പിന്നെ ആ 1 മണിക്കൂർ നിന്റെ അച്ഛനോട് നീ സംസാരിച്ചിട്ടും എനിക്ക് തരാനുള്ള ശ്രീധര പൈസ നീ എന്താ ചോദിക്കാഞ്ഞേ? എണ്ണ ഇരിപ്പുണ്ടോടി? ഞാനിവിടെ ആട്ടിക്കൊണ്ടിരിക്കുക, എടുത്തു തരാം ഇച്ചിരി കഴിയുമ്പോ. എണ്ണ എവിടെ ഇരിക്കുന്നത്? അടുക്കളയിൽ ഇരിപ്പുണ്ടെന്ന് എന്തൊരു പുതുമയാ നോക്കിക്കോണി ഈ മനുഷ്യന്. അവിടെ ഇരിപ്പുണ്ട എണ്ണ. അപ്പൊ സോപ്പാടാ? നിങ്ങൾക്ക് ഇപ്പൊ എന്തോ വേണ്ട? നിങ്ങൾക്ക് നഖം വെട്ടി വേണോ, എണ്ണ വേണോ, സോപ്പ് വേണോ? എനിക്കന്ന് ഒരു നഖം പെട്ടി, ഒരു എണ്ണ, ഒരു സോപ്പും വേണം. ബാക്കിക്ക് മുട്ടായിയോട് തരട്ടെ? നീ നടത്തുന്നു. അല്ല, പിന്നെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. അടുക്കള കഥ അടച്ചായിരുന്നു ചെയ്യാ? അത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അടുക്കള കഥ അടക്കണമെന്ന്? രാവിലെ സ്കൂട്ടർ പോക്കി ഇറങ്ങിയില്ലോടി. അടുക്കള കഥ ഞാൻ അടച്ചു. എനിക്ക് വയ്യ കൊടുത്തിട്ട് ചവിട്ടി പരിക്കാത്തോടെ അടക്കാൻ. ഫ്രണ്ട് കഥവും അടച്ചു, ഗേറ്റും അടച്ചു. ഗേറ്റിന് അവിടെ ഞാനൊരു ബോർഡ് എഴുതി വെച്ചു. എന്താ ബോർഡ്? ഞാൻ എന്റെ ഭാര്യയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോവാ, ഞങ്ങൾ എന്നേലും കാലത്ത് തിരിച്ചു വരും. അതെനിക്ക് അവരൊക്കെ എന്താ വിചാരിക്കും? അതെന്തിനാ അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചെന്തോ നിങ്ങള്? വീട് അടച്ചു പൂട്ടിട്ട് നമ്മളെ കാണാത്തപ്പോ ആൾക്കാർ കേൾക്കും നമ്മളകത്ത് നരബലിയോ കൂടോത്രോ ആഞ്ഞു തള്ളും. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിൽ 3 കാറും 3 ടിപ്പർ 3 ആന ഉണ്ടായിരുന്നു. തള്ളാനല്ല പറഞ്ഞ, വണ്ടി കെട്ടി തള്ളാൻ. കഴിക്കാൻ വാ എടുത്തു വെച്ചേക്കുന്നു. കഴിക്കാൻ വാ എടുത്ത് നോക്കുന്നു. കഴിക്കാനുള്ളത് എടുത്തു വെച്ചേക്കുന്നു വരാനെന്ന്. എനിക്ക് വേണം, ഞാൻ ചന്തയിൽ നിന്ന് മീൻ കൂട്ടി തിന്നായിരുന്നു. ഈ കൊച്ചുവെള്ളപ്പാലത്ത് മീൻ കൂട്ടി തിന്നു ഇവിടുന്ന്. മീൻ കൂട്ടി തിന്നു പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് മീൻ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ കാണാതെ കൈ ഇടാൻ നേരത്തെ അങ്ങനെ പെടലിക്ക് പിടിച്ച മീൻ കൊട്ടയ്ക്കകത്ത് തല കഴിഞ്ഞ ഒറ്റ വെപ്പും ന്യൂട്രി ഞാൻ 3 മീൻ അങ്ങ് വിഴുങ്ങി. കൊള്ളാം. ചുമ്മാ അല്ല നടന്നു വരുന്ന വഴിക്ക് ഒരു പൂച്ച പുറകിന് വന്നത്. നടന്നു വരുന്ന വഴി നാട്ടുകാർ അതും ഇതും ചോദിക്കാൻ തുടങ്ങി. എന്തുവാ? എന്റെ കൊച്ചുവളത്തിനായിരുന്നു വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു നിനക്ക് വിശേഷമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് വിശേഷം ഉണ്ടെന്ന് കാണിക്കാനായിരുന്നു. ഞാൻ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കും? ഡേറ്റ് മാറ്റി പറഞ്ഞാൽ മതി. ഡേറ്റ് മാറ്റാൻ ഇത് ഷൂട്ടിംഗ് നടക്കുമല്ല.